ഇത് നമ്മുടെ നാട്ടിലെ വട്ടയപ്പം. ഇതാണ് എന്നെ ഞെട്ടിച്ച ആ കാഴ്ച. ഇത് ഒരു മാർക്കറ്റ് പോലെ തോന്നുകയാണെങ്കിലും സിംഗപ്പൂർ എയർപോർട്ടിലുള്ള ഒരു ഹൈഫൈ റെസ്റ്റോറൻ്റാണ്. ഇവിടെ റെയിൻബോ കളറിൽ കാണുന്നത് ഇവിടുത്തെ ഒരു സ്വീറ്റാണ്. പക്ഷേ അതിന് നമ്മുടെ നാട്ടിലെ കിണ്ണത്തപ്പത്തിൻ്റെ അതേ രുചിയാണ്. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിംഗപ്പൂർ എയർപോർട്ടിലുള്ള ഒരു ബുഫേ റെസ്റ്റോറൻ്റാണ്. ഈ ബുഫേ റെസ്റ്റോറൻ്റ് ഇരിക്കുന്നത് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിലുള്ള സെക്കൻഡ് ടെർമിനലാണ്. നമുക്ക് സിംഗപ്പൂർ സാധാരണ ലോക്കൽ ബസ്സിൽ ഡയറക്റ്റ് എയർപോർട്ടിലുള്ള ടെർമിനലിലോട്ട് നമുക്ക് പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് സിംഗപ്പൂരിൻ്റെ സാധാരണ MRT ബസ്സിലാണ്. ഞങ്ങൾ സകുടുംബമുണ്ട് ഇന്ന്. കാരണം ഇന്ന് എൻ്റെ ഒരു ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനും ഇന്ന് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നതിന് ഉപരി ഇന്ന് നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കാണാൻ വളരെ പ്രത്യേകതയുള്ള, അതായത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത കാഴ്ചകളുണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി സീറ്റ് റിസർവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ സ്വീകരിക്കുന്നത് തന്നെ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ വെച്ചാണ്. നമ്മൾ 5 പേരും ഈ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളാണ്, ഓരോരോ സന്തോഷങ്ങളാണ്. ഇതിനകത്ത് കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് ആ ഫ്രണ്ടിൽ കാണുന്ന ഒത്തിരി ചോക്ലേറ്റുകൾ, ഐസ്ക്രീമുകൾ, ഡെസേർട്ടുകൾ, പുഡിങ്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. എൻ്റെ സന്തോഷം അവിടെ കൂടുതലും ഇന്ത്യൻ ഫുഡുകൾ അവൈലബിൾ ആവും. അപ്പം അത് കഴിക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. ജ്യോതിസിൻ്റെ സന്തോഷം ബുഫേ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും കുറേശ്ശെ കഴിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരം സന്തോഷമായതുകൊണ്ട് ഈ സന്തോഷങ്ങളെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് ഇതൊരു നല്ല സ്ഥലം തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബുഫേ റെസ്റ്റോറൻറ്റ്. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ, അതായത് എയർപോർട്ടിലായതുകൊണ്ട് പല നാട്ടിൽ നിന്നും പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് ഞാനത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടില്ല. പക്ഷേ ഫുഡുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു നേരത്തെ വീഡിയോയിൽ മലേഷ്യൻ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യുകയും അതിൻ്റെ എക്സ്പ്ലനേഷനും കുക്കിംഗ് സ്റ്റൈലും ടേസ്റ്റും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്. Okay, fine. Thank you. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ കാണാവുന്ന ഒരു ബീഫിൻ്റെ ഒരു വലിയൊരു പീസ് ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 സോസുകളും ഉണ്ട്. അത് നമ്മുടെ താല്പര്യം അനുസരിച്ച് ആ സോസ് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത്രയും വലിയ പീസായിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് എനിക്കതൊരു കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ഞാൻ ട്രൈ ചെയ്തില്ല. പിന്നെ സാധാരണ പോലെ തന്നെ വെസ്റ്റേൺ ഫുഡുകൾ, ബാർബിക്യൂ, ഗ്രില്ല് ചെയ്തത്, പലതരത്തിലുള്ള പിസ്സകൾ, വെജ് പിസ്സയും നോൺ വെജ് പിസ്സസും ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഈ പിസ്സകളിലെ കീഴായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒത്തിരി സോസുകളാണ്. അതിനകത്ത് മസ്റ്റാർഡ് സോസ്, ഈ സോസ്, അതുപോലെ പെപ്പർ സോസ്, മഷ്റൂം സോസ്, ഇതൊക്കെ ഇപ്പോൾ കാണുന്നതെല്ലാം സോസുകളാണ്. നേരത്തെ ഞാൻ മലേഷ്യൻ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് അനുസരിച്ച് ഇഷ്ടമുള്ളതിൻ്റെ കോമ്പിനേഷൻ്റെ കൂടെ അത് നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു റൈസ് കേക്കാണ്. അരിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള അവസ്ഥയിലുള്ള ഇതിനെയും നമ്മൾ റൈസ് കേക്ക് എന്നാണ് പറയുന്നത്. അത് ഓരോ നാടുകളിലും പലതരത്തിലുള്ള അരികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ നാട്ടിലെയും ഓരോ കോമ്പിനേഷൻ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മുടെ നാട്ടിലെ റൈസ് കേക്ക് എന്ന് പറയുന്ന വട്ടയപ്പമാണെങ്കിൽ, അതായത് തേങ്ങ ഇട്ടതാണെങ്കിൽ, ഈ നാട്ടിൽ തേങ്ങ ഇടാതെ കുക്ക് ചെയ്യുന്നു. ഇത് ഫെർമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ആ കട്ടിങ്ങുകളും ഒക്കെ നമ്മുടെ വട്ടയപ്പം പോലെ തന്നെ ഇരിക്കും. ഇത് കുറച്ച് സോസ് റെസിപ്പിയാണ്. ഇതിനകത്ത് ആദ്യത്തേത് ടാർട്ടാർ സോസ് എന്ന് പറയും. അതായത് ക്രീമി ആയിട്ടുള്ള മയോണൈസ് ആണ് ഇതിൻ്റെ ബേസ്. ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ പിക്കിള് പോലത്തെയോ അല്ലെങ്കിൽ നാരങ്ങയോ അല്ലെങ്കിൽ പാഴ്സ്ലി ലീഫോ, അത് പുറത്തൊക്കെ കിട്ടുന്നൊരു ലീഫാണ്, അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. പോകുന്ന വഴിക്ക് ഒരു ഫിഷ് കട്ട്ലറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വലിയൊരു മീനിൻ്റെ കഷ്ണം നമ്മുടെ നാട്ടിൽ KFC ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഫിഷ് കട്ട്ലറ്റ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് കാലാമാരി റിങ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ സ്ക്വിഡ് എന്ന് പറയുന്നത് കണവയുടെ ഇതില്ലേ, കണവാനെ ചെറിയ ചെറിയ റിങ്ങായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം ആ ടൊമാറ്റോ സോസും മയോണൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അടുത്തത് ചിക്കൻ ബ്രാറ്റുവാറസ്റ്റ് സോസേജ്. അത് എൻ്റെ പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല, സ്പെല്ലിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ചിക്കനിൽ നമ്മൾ ജാതിക്ക, ഇഞ്ചി, വെളുത്ത കുരുമുളക് എന്നിവയെല്ലാം ചേർത്തിട്ട് ഗ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ ഫ്രൈങ് പാനിലിട്ടോ കുക്ക് ചെയ്യുന്നത്.
അടുത്തത് വോക്ക് ചാർഡ് സാൽമൺ. ഇത് നമ്മുടെ സാൽമൺ നല്ല ചൂടിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുറം നല്ല ക്രിസ്പിയായും അകഭാഗം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. ഇതിനകത്ത് ഹണി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നമ്മുടെ മലേഷ്യയിൽ കണ്ട ഒത്തിരി വിഭവങ്ങൾ, ക്രാബിൻ്റെ കുറേ വിഭവങ്ങൾ അതെല്ലാം ഇവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. അടുത്തത് സാറ്റു ഗാർഡൻ വെജിറ്റബിൾ. സീസൺ അനുസരിച്ച് അവൈലബിൾ ആകുന്ന പച്ചക്കറികൾ സ്റ്റിയർ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് 50 to 20 മിനിറ്റ്സിനുള്ളിൽ. സാധാരണ ഇതിന് ക്യാപ്സിക്കം, സവോള, ക്യാരറ്റ്, പിന്നെ സുച്ചിനി എന്ന് പറയുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കാണുന്നത് ബീഹൂണാണ്. കഴിഞ്ഞ തവണ മലേഷ്യയിൽ നിന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞതായതുകൊണ്ട് നമുക്കറിയാം ഓൾറെഡി. അതായത് കഴിഞ്ഞ തവണ നമ്മൾ മലേഷ്യയിൽ കണ്ട അരികൾ, നാസി ലമക്ക്, ലെമൺ ഗ്രാസ്, അതുപോലത്തെ കുറേ ചോറുകൾ, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫുഡുകളായ നാന്, കടായി ചിക്കൻ, പെപ്പർ ചിക്കൻ, ബിരിയാണി, അങ്ങനത്തെ പല ഇന്ത്യൻ ഡിഷസും ഉണ്ടായിരുന്നു. ഏറ്റവും അത്ഭുതമായത് അവസാനം വരുന്ന പാട്ടാണ്. അതുകൊണ്ട് അവസാനം വരെ കാണാൻ മറക്കണ്ട. ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. അതായത് നമ്മളൊരു മാർക്കറ്റിൽ, അതായത് നമ്മുടെ നാട്ടിലൊരു മാർക്കറ്റിൽ കൂട്ടിയിട്ടിരിക്കുന്ന കക്കകളുടെ ഒരു ശേഖരം പോലെ തന്നെ തോന്നി. ഇത് റെസ്റ്റോറൻറ്റിൽ ഓപ്പണായിട്ട് ഐസിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വലിയ തരം ചെമ്മീനുകളുണ്ട്, ഞണ്ടുകളുണ്ട്, പല സൈസിലുള്ള ഞണ്ടുകൾ, കക്ക, ചെമ്മീനുകൾ, ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടി ഇപ്പോൾ ചെറിയ ചെറിയ ബൗളിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ പലതരത്തിലുള്ള സോസാണ്. മീൻ വിഭവങ്ങളൊന്നും കുക്ക് ചെയ്യാതെ അവിടെ കാണുന്ന സോസിൽ ഡിപ്പ് ചെയ്താണിത് കഴിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൈഫൈ റെസ്റ്റോറൻ്റ് ആണോ അതോ ഒരു മാർക്കറ്റാണോ എന്ന് ഒരു നിമിഷത്തെയാണെന്ന് ചിന്തിച്ചു പോയി. അത്രയും വിപുലമായ ഒരു വലിയൊരു ട്രേയുടെ മുകളിൽ ഒത്തിരി ഐസ് ഇട്ടിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അകലേന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇച്ചിരി മണമൊക്കെ കാണുമായിരിക്കുന്നു. പക്ഷേ അടുത്ത് നിന്നിട്ട് ഒരു മണവും ഇല്ല. പക്ക പെർഫെക്റ്റ് ആൻഡ് നീറ്റ്. ഈ കിടക്കുന്നത് സീ ഫുഡാണ്. അതിൻ്റേതായ യാതൊരു സ്മെല്ലും ഇല്ലാതെ അത്ര പ്രോപ്പർലി ക്ലീൻ, നീറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടാണ് അവരവിടെ അസംബിൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ ചെമ്മീനിൻ്റെയോ അല്ലെങ്കിൽ ഞണ്ടിൻ്റെയോ അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന പലതരം ഏത് സാധനം, ഐസിൻ്റെ മുകളിൽ കിടക്കുന്ന ഏത് കടൽ ജീവിയുടെ അടുത്ത് നിന്നാലും യാതൊരു മണവുമില്ല. നമുക്കത് കാണുമ്പോൾ അറിയാം അത്രയും പക്ക പെർഫെക്റ്റാണ്. അതിൻ്റെ അകത്തുള്ള ആ ഒരു ചെറിയ മാംസമാണ് ഇവർ ശരിക്കും ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് യൂസ് ചെയ്ത് എടുത്ത്, ചോപ്സ്റ്റിക്കും ഫോർക്കും വെച്ച് യൂസ് ചെയ്ത് എടുത്ത് സോസിൽ ഡിപ്പ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പം പലതരത്തിലുള്ള സോസ് അസംബിൾ ചെയ്തിരിക്കുന്നത്. ഓരോ സോസിൽ ഡിപ്പ് ചെയ്യുമ്പോഴും അതിന് ഓരോ തരം ടേസ്റ്റാണ്. അത് എക്സ്പ്ലോർ ചെയ്യാനാണ് അവർ സൈഡിൽ കൂടെ പലതരത്തിലുള്ള സോസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒത്തിരി തരം ഫ്രൈംസ്, ചിപ്സ്, ചെറിയ ചെറിയ പപ്പടം, പല കളറിലുള്ള ഫ്രൈംസ്, ഇതെല്ലാം അവിടെ നീറ്റായിട്ട് അസംബിൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ തന്നെ അടുത്തായിട്ടുള്ളതാണ് അടുത്ത കൗണ്ടർ. അതായത് ഒരു സുഷിയുടെ ഒരു വലിയൊരു കൗണ്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഷിയുടെ ഒരു കൗണ്ടറാണ്. അവിടെ ഒരു ചെറിയൊരു ബോട്ട് പോലെ ഇതിനകത്ത് പച്ച, ഓറഞ്ച്, വെള്ള പല കളറിൽ കാണുന്നില്ലേ, അതെല്ലാം പലതരത്തിലുള്ള സുഷിയാണ്. സുഷി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വിഭവമാണ്. ചോറിൻ്റെ കൂടെ വിനെഗർ ആഡ് ചെയ്ത് മീൻ വിഭവമോ ഇറച്ചി വിഭവമോ വെജിറ്റബിൾസോ ചേർത്തിട്ടാണ് സുഷി ഉണ്ടാക്കുന്നത്. ആ സുഷിയാണ് ഇവിടെ ഓരോരോ ചെറിയൊരു ഷിപ്പിനകത്ത് ഓരോരോ റോളുകളായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റോള് മിക്കവാറും ഈ മീനിൻ്റെ സ്കിന്നോ അല്ലെങ്കിൽ മീനിൻ്റെ മീറ്റിലോ റോൾ ചെയ്ത് ഇതിനകത്ത് ചോറോ അല്ലെങ്കിൽ ബാക്കി വെജിറ്റബിൾസോ സ്റ്റഫ് ചെയ്തിട്ടായിരിക്കും സുഷി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തെ സ്റ്റഫിങ്സിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് അതിൻ്റെ നിറവ്യത്യാസം വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡെസേർട്ട്സിൻ്റെ സൈഡിലാണ്. ഒത്തിരി തരത്തിലുള്ള വെസ്റ്റേൺ ക്രോസൻ്റ്, കസ്റ്റാർഡ്, ടാർട്ടുകൾ, അതുപോലെ ഒത്തിരി ചോക്ലേറ്റുകൾ, ഐസ്ക്രീം ഒരു 18 ഫ്ലേവറോ മറ്റോ ഉണ്ട് ഐസ്ക്രീം. ഞാൻ അവിടെ മൊത്തം നിന്ന് കൗണ്ട് ചെയ്തു. അതുപോലെ ചോക്ലേറ്റ് ഫൗണ്ടന്, പിന്നെ ഡെസേർട്ടിനകത്തും പ്രത്യേകമായിട്ട് ഈ നാട്ടിലെ ലോക്കലായിട്ടുള്ള ഡെസേർട്ട് ഡൂരിയനൊക്കെ വെച്ചിട്ടുള്ള കളറായിട്ടുള്ളതൊക്കെ ഇവിടുത്തെ ലോക്കൽ ഫുഡ്, മലേഷ്യൻ ലോക്കൽ ഫുഡ് ഡെസേർട്ട്സൊക്കെയാണ് ഈ വരുന്നത്. പല കളറിലുള്ളത്. ഓക്കെ,
ചുവന്ന കളറിൽ കുറച്ച് വര വര പോലത്തെയുള്ള ഒരു ഡെസേർട്ട് കണ്ടില്ലേ, അത് നമ്മുടെ റൈസ് കേക്കിൻ്റെ വേറൊരു ഫോമാണ്. മധുരമുള്ള നമ്മുടെ ഒരു കിണ്ണത്തപ്പമൊക്കെ പോലെ ഇരിക്കും, നമ്മുടെ നാട്ടിലെ ഒരു കിണ്ണത്തപ്പം പോലെയൊക്കെ ഇരിക്കും. സ്വീറ്റ്സിൻ്റെ കാര്യത്തിൽ എത്ര പറഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെ മധുരത്തിലുള്ള വേറെ ഒരൊറ്റ സ്വീറ്റ്സ് ഞാൻ വേറെ എങ്ങും കഴിച്ചിട്ടില്ല. പലയിടത്തുനിന്നും പലതരം സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജിലേബിനെയും ലഡുവിനെയും വെട്ടിക്കാനായിട്ട് വേറെ ഒരിടത്തും അത്രയും മധുരമുള്ള ഒരു സ്വീറ്റ്സും ഞാൻ കണ്ടിട്ടില്ല. ആയപ്പോഴാണ് ഓർത്തത്, പക്ഷേ ഇദ്ദേഹത്തെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റോബോട്ടിനെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റോബോട്ടിൻ്റെ അകത്ത് നമുക്ക് റാക്കുകൾ വെച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞ പാത്രങ്ങളെല്ലാം ഈ റോബോട്ടിൻ്റെ റാക്കിൽ അടുക്കി വെച്ചിട്ട് അതിനെ തിരിച്ച് കൗണ്ടറിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ റോബോട്ട് അവിടുത്തെ സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നു.